ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പ്രൈം ഡയറക്ഷൻ. നമ്മൾ ഇന്നൊരു മെയിൻസ് ലെവൽ സീരീസ് ആരംഭിക്കുകയാണ്. സോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് QAയിലെ ഒരു ഡാറ്റ ഇൻ്റർപ്രിട്ടേഷനാണ്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താണ് ക്വസ്റ്റ്യൻ പറയുന്നത്? ക്വസ്റ്റ്യൻ ഒന്ന് പൗസ് ആക്കിയിട്ട് നല്ലപോലെ റീഡ് ചെയ്യാം, എന്നതിന് ശേഷം മാത്രം വീഡിയോ ബാക്കി കാണാം. ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ദ ചാർട്ട് ഗിവൺ ബിലോ ഷോസ് ദാറ്റ് പാർഷ്യൽ ഇൻഫർമേഷൻ അബൌട്ട് ദ നമ്പർ ഓഫ് എംപ്ലോയീസ് ഇൻ ടു ഡിപ്പാർട്ട്മെൻറ്റ് A and B എന്ന് പറയുന്ന രണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. അതിൽ 4 ഡിഫറെൻറ്റ് കമ്പനീസ് PQRS അല്ലേ, രണ്ട് ഡിപ്പാർട്ട്മെൻറ്റ്, അതിൽ 4 കമ്പനീസ് PQRS. The point on x-axis shows that number of employees in department A of the company as percentage of employees in department B of the same company. So എയുടെയും ബിയുടെയും ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയീസിൻ്റെതാണ് നമുക്ക് x-axis തരുന്നത് അല്ലേ. x-axis എന്ന് പറയുമ്പോൾ ഏത് ഏരിയ വരും? ഈ ഏരിയ അല്ല, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത്. ആൻഡ് പിന്നെ പറയുന്നു വൈൽ ദ പോയിന്റ് ഓൺ ദ y-axis എന്ന് പറയുമ്പോൾ ഈ ഏരിയ അല്ലേ. സോ ഇതെന്താ പറയുന്നത്? shows the percentage of female employees in department A of the company out of total number of female employees in department A. ഡിപ്പാർട്ട്മെൻറ്റ് എയിലെ ടോട്ടൽ ഫീമെയിൽസിൻ്റെ എണ്ണവും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന ഓരോ കമ്പനീസിനുകളെ 4 കമ്പനീസിന് കൊടുത്തിരിക്കുന്ന പെർസെൻറ്റേജുമാണ് നമുക്ക് എന്ത് തന്നിരിക്കുന്നത്? y-axisനും തന്നിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ഒരു ടേബിളും കൂടെ തന്നിട്ടുണ്ട്. എന്താണ്? PQRS 4 കമ്പനി, അതിൽ ഡിഫറൻസ് ബിറ്റ്വീൻ മെയിൽ ആൻഡ് ഫീമെയിൽസ് തന്നു ഡിപ്പാർട്ട്മെൻറ്റ് എ, മെയിൽസ് ഇൻ ഡിപ്പാർട്ട്മെൻറ്റ് ബി എന്ന് തന്നു അല്ലേ. പിന്നെ നമുക്ക് 2 നോട്ടും കൂടിയുണ്ട്, അതും നല്ലതുപോലെ വായിക്കാം. നമ്പർ ഓഫ് ഫീമെയിൽസ് ഇൻ ഡിപ്പാർട്ട്മെൻറ്റ് എ ഓഫ് കമ്പനി S ഈസ് 150. സോ എ എന്ന ഡിപ്പാർട്ട്മെൻറ്റിലെ S എന്ന കമ്പനിയിലെ എന്ത് തന്നു? ഫീമെയിൽ തന്നു 150. വൈൽ നമ്പർ ഓഫ് മെയിൽസ് ആൻഡ് ഫീമെയിൽസ് എംപ്ലോയീസ് ഇൻ ഡിപ്പാർട്ട്മെൻറ്റ് എ ഓഫ് ദ കമ്പനി R ഈസ് സെയിം. ആറിലെ മെയിലും ഫീമെയിലും സെയിം ആണെന്ന് പറഞ്ഞു. രണ്ടാമത്തത്, നമ്പർ ഓഫ് മെയിൽസ് ഇൻ ഡിപ്പാർട്ട്മെൻറ്റ് എ ഓഫ് കമ്പനി Q ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ഫീമെയിൽസ് ഇൻ ദ സെയിം ഡിപ്പാർട്ട്മെൻറ്റ്. Okay, number of males in department A, company Q is less than that of females in the same department, while other companies this statement is not true. Okay, നമുക്ക് നോക്കാം. സോ നമുക്കിവിടെ ഫീമെയിലും ആരൊക്കെയുണ്ട്? 4 കമ്പനീസ് അല്ലേ. ഏതൊക്കെയാണ് കമ്പനീസ്? P ഉണ്ട്, Q ഉണ്ട്, R ഉണ്ട്, S ഉണ്ട്. R, S അല്ലേ. സോ ഇവിടെ വേറെ എന്തും കൂടി ഉണ്ട്? A എന്ന് പറയുന്ന ഒരു കമ്പനി, B എന്ന് പറയുന്ന വേറെ കമ്പനി അല്ലേ. ഇവിടെ എന്തൊക്കെയുണ്ട്? മെയിൽ ഉണ്ട്, ഫീമെയിൽ ഉണ്ട്, മെയിലും ഉണ്ട്, ഫീമെയിലും ഉണ്ട് അല്ലേ. ഇതെന്താണ്? A എന്ന് പറയുന്ന കമ്പനി. ഇവിടെ എന്തുണ്ട്? B എന്ന് പറയുന്ന കമ്പനി. ഇവിടെ എന്തൊക്കെയുണ്ട്? മെയിലും ഉണ്ട്, ഫീമെയിലും ഉണ്ട്. ഓക്കെ, ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. മെയിൽ ആൻഡ് ഫീമെയിൽ, ഇവിടെയും മെയിൽ ആൻഡ് ഫീമെയിൽ. ഓക്കെ, എന്നിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് പറഞ്ഞു അല്ലെ? നോട്ടിൽ പറയുന്നുണ്ട് നമ്പർ ഓഫ് ഫീമെയിൽസ് ഇൻ ഡിപ്പാർട്ട്മെന്റ് എ. ഫീമെയിൽസിന് ഇതാണ് എ, ഇതിലെ ഫീമെയിൽ ഇവിടെയാണ്. ആരുടെ? എസിന്റെ ഫീമെയിൽ എത്രയാന്ന് പറഞ്ഞു? 150 എന്ന് പറഞ്ഞു അല്ലെ, 150 ആണെന്ന് പറഞ്ഞു. എന്നിട്ട് എന്ത് പറഞ്ഞു? വൈൽ ദ നമ്പർ ഓഫ് മെയിൽസ് ആൻഡ് ഫീമെയിൽസ് ഇൻ എംപ്ലോയീസ് ഇൻ ഡിപ്പാർട്ട്മെന്റ് എ ഓഫ് കമ്പനി ആർ. കമ്പനി ആറിലെ മെയിലും ഫീമെയിലും എന്താണ്? ഈക്വൽ എന്ന് പറയും. ഇത് എക്സ് ആണെങ്കിൽ ഇതെന്തായിരിക്കും? എക്സ് ആയിരിക്കും അല്ലെ. ഓക്കെ, സെയിം. ഓക്കെ, സോ നമുക്കിപ്പം ഇത് മാത്രമേ അറിയൂ. പക്ഷെ എന്തുകൂടെ നമുക്ക് തന്നിട്ടുണ്ട്? മെയിൽസ് ഇൻ ഡിപ്പാർട്ട്മെന്റ് ബി തന്നിട്ടുണ്ട് അല്ലേ. മെയിൽസ് ഇൻ ഡിപ്പാർട്ട്മെന്റ് ബി എവിടേക്കാണ്? ഇതല്ലേ. ഇവിടെ ആരൊക്കെ തന്നിട്ടുണ്ട്? 80, 100 അല്ലേ. ഇവിടെ 80 തന്നിട്ടുണ്ട്. മെയിൽസ് ഇൻ ബി 80, 100, 450, 400, 100, 480, 400 അല്ലേ. 80, 80, 100, 480 and 400. ഓക്കെ, സോ നമുക്ക് മെയിലും തന്നിട്ടുണ്ട്. റൈറ്റ്. സോ വേറെ എന്താ തന്നിട്ടുള്ളത്? ഡിഫറൻസ് ബിറ്റ്വീൻ മെയിൽസ് ആൻഡ് ഫീമെയിൽസ് ഡിപ്പാർട്ട്മെന്റ് നമുക്ക് തന്നു. പക്ഷെ അതിന്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടെ ഒരു നോട്ടിൽ പറയുന്നുണ്ട്. എന്താണ്? നമ്പർ ഓഫ് മെയിൽസ് ഇൻ ഡിപ്പാർട്ട്മെന്റ് എ ഓഫ് കമ്പനി Q ഇസ് ലെസ് ദാൻ നമ്പർ ഓഫ് മെയിൽസ് ഇൻ ഡിപ്പാർട്ട്മെന്റ് എ. സോ മെയിൽസ് ഇൻ എ എന്താണ്? Q ഈസ് ലെസ് ദാൻ. സോ Qയിലെ എ എന്ന് പറയുന്ന കമ്പനിയിലെ Qയിലെ മെയിൽസ് എന്താണ്? ലെസ് ദാൻ ഫീമെയിൽസ് എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലേ. എ Qയിലെ ഫീമെയിൽസിനേക്കാൾ എന്താണ്? കുറവാണ്. അപ്പൊ ഇവിടെ ആരാണ് ശരിക്കും വലുത്? ഇവിടെ ഫീമെയിൽസ് അല്ലേ വലുത് അല്ലേ. ഇവിടെ ഫീമെയിൽസ് ആണ് ഇവിടെ വലുത് അല്ലെ. ഗ്രേറ്റർ എന്നുള്ള ഇവിടെ നിന്ന് ഗ്രേറ്റർ എന്നുള്ള സിമ്പിൾ ഞാൻ യൂസ് ചെയ്യുന്ന ഫീമെയിൽ ആണ് ഇവിടെ വലുത്. എന്നിട്ട് പറഞ്ഞു വൈ ദ അതർ കമ്പനീസ് ദിസ് സ്റ്റേറ്റ്മെന്റ് ഇസ് നോട്ട് ട്രൂ. ഏത് സ്റ്റേറ്റ്മെന്റ്? ഫീമെയിൽ ആണ് വലുത് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഇവിടെ തെറ്റാണ്. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളതൊക്കെ എന്തായിരിക്കും? മെയിൽ ആവണ്ടേ വലുത് അല്ലേ. ബാക്കിയുള്ള PRSലൊക്കെ ആരായിരിക്കും വലുത്? സോറി, ആരായിരിക്കും വലുത്? S ആയിരിക്കും വലുത്. പക്ഷെ ആറിൽ നോക്ക്, ആറിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്? ആറിൽ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. എന്താണ്?
ഡിപ്പാർട്ട്മെന്റ് എ മെയിൽ ആൻഡ് ഫീമെയിൽ എംപ്ലോയീസ് ഇൻ ആർ എന്താണ് സെയിം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആറിൽ എന്തായിരിക്കും സെയിം ആയിരിക്കും. സോ ബാക്കിയുള്ള പിയിലും എസിലും എന്തായിരിക്കും ആരായിരിക്കും മെയിൽ ആയിരിക്കും വലുത്, ക്യൂവിൽ മാത്രം ഫീമെയിൽ ആയിരിക്കും വലുത്. റൈറ്റ്. ഓക്കെ, ഇനി എന്താണ് എക്സ് ആക്സിസും വൈ ആക്സിസും പറയുന്നത് നമുക്ക് നോക്കണം അല്ലേ. സോ എന്താണ് എക്സ് ആക്സിസ് ഷോസ് ദ നമ്പർ ഓഫ് എംപ്ലോയീസ് ഇൻ എ ആസ് നമ്പർ ഓഫ് എംപ്ലോയീസ് ഇൻ ഡിപ്പാർട്ട്മെന്റ് ബി. എൻ്റെയും ബിൻ്റെയും ആണ് പറയുന്നത് ടോട്ടൽ ഡിപ്പാർട്ട്മെന്റ്. വൈ ആക്സിസ് ഷോസ് ദാറ്റ് ഫീമെയിൽ എംപ്ലോയീസ് ഇൻ എ ടു ദാറ്റ് ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് ഫീമെയിൽസ് എംപ്ലോയീസ് ഇൻ ഡിപ്പാർട്ട്മെന്റ് എ. അല്ലെ, ഫീമെയിൽസിനെ പറ്റിയിട്ടാണ് പറയുന്നത് ഇവിടെ എക്സ് ആക്സിസിൽ. ഇവിടെ നോക്ക്, സോ വൈ ആക്സിസ് വൈ ആക്സിസിൽ എന്താണ് ഫീമെയിൽ എ ആൻഡ് കമ്പനി ആൻഡ് ടോട്ടൽ നമ്പർ ഓഫ് ഫീമെയിൽസ് ഇൻ ഡിപ്പാർട്ട്മെന്റ് എ അല്ലേ. സോ വൈ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇതല്ലേ. സോ ഇവിടെ പി എത്ര ശതമാനമാണ്? പി എന്ന് പറഞ്ഞാൽ എന്ത് വരും അല്ലെ, പി ഇവിടെ കറക്റ്റ് ഇവിടെ സെൻട്രലാണ്. സോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10% വരും ആര്, പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ക്യൂ എന്ന് പറഞ്ഞാലോ, ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എത്ര വരും? ഇവിടെ ഈ ലൈനാണ് 35, പക്ഷെ 35 കഴിഞ്ഞിട്ട് ഇവിടെ 36, 36 അല്ലേ. 36ലാണ് ആരുള്ളത്, ക്യൂ ഉള്ളത്. ഇവിടെ ആറാണെങ്കിലോ 25 ആണ്. ഇവിടെ 25 1 ലൈൻ താഴെയാണ്. 24ലാണ് ആരുള്ളത്, ആറുള്ളത്. എസ് ഉള്ളതോ 30ൽ, ക്യൂ ഉള്ളത് 36ൽ. റൈറ്റ്. ഓക്കെ, നോക്കാം നമുക്ക് എന്താ പറയുന്നത്. ഇവിടെ നമുക്ക് എന്തറിയാം, എഫിലെ ഫീമെയിൽ എത്രയാണ്? 150 ആണെന്ന് അറിയാം അല്ലേ. എഫിലെ എസിലെ ഫീമെയിൽ 150 ആണെങ്കിൽ എന്ത് പറഞ്ഞു? എസിലെ ഫീമെയിൽ 150 ആണെങ്കിൽ എന്ത് പറഞ്ഞു? എസിലെ മെയിലും ഫീമെയിലും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 450 അല്ലേ. 450 ആണ് മെയിലും ഫീമെയിലും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? നമുക്ക് ആര് വലുത് വേണം? മെയിൽ ഇവിടെ വലുത് വേണം അല്ലെ, ഗ്രേറ്റർ ദാൻ ഇവിടെ വരണം. സോ ഇവിടെ എസിൽ എത്ര ആയിരിക്കും? അപ്പം 450 + 150 600 അല്ലേ വരിക അല്ലെ. 600 ആയിരിക്കും ആരെന്ന് പറയുന്നത്, മെയിൽ എന്ന് പറയുന്നത്. ആരുടെ മെയിൽ? എസിന്റെ മെയിൽ എന്ന് പറയുന്നത്. പിന്നെ ആറോ, ആറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. സോ നമുക്ക് അവിടെ അറിയില്ല, നിൽക്കട്ടെ. അടുത്തെന്ത് വരും? ക്യൂവിന്റെ ഡിഫറൻസ് എത്രയാണ്? 60 കൂടുതലാണ്. ആര് കൂടുതലാണ്? ഫീമെയിൽ ഇവിടെ കൂടുതലാണ്. പക്ഷെ നമുക്ക് ക്യൂവിന്റെ ഫീമെയിൽ അറിയോ? ഇല്ല. സോ നമുക്കിത് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ നമുക്കറിയാം വൈ ആക്സിസിൽ പി എത്ര ശതമാനമാണ്? ഗേൾസ് എന്ന് പറഞ്ഞാൽ 10% അല്ലേ. അപ്പോൾ വൈ ആക്സിസ് എന്താ പറഞ്ഞിട്ടുള്ളത്? ഫീമെയിൽസ് ഇൻ ഡിപ്പാർട്ട്മെന്റ് എ, ഡിപ്പാർട്ട്മെന്റിലെ ഫീമെയിൽസും ഔട്ട് ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയീസ് ഇൻ ഡിപ്പാർട്ട്മെന്റ് എ. സോ നമുക്ക് വൈ ആക്സിസ് തന്നിരിക്കുന്നത് എന്താണ്? ടോട്ടൽ. സോ ടോട്ടൽ 100% ആണെങ്കിൽ അതിൽ എത്രയാണ് എയുടെ ഫീമെയിൽ എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നോക്ക്, ഇവിടെ എസിൽ 150 ആണെങ്കിൽ, ഇവിടെ എസിന്റെ കേസാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ എസ് 150 ആണെങ്കിൽ അല്ലേ, അവിടെ എത്രയോ ശതമാനമാണ് ആര്? 150 എന്ന് പറയുന്നത്. സോ ടോട്ടൽ കണ്ടുപിടിച്ചൂടെ അല്ലേ. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? എസ് എവിടെയാണ്? ഇത് പി ആണ്, ഇത് ക്യൂ ആർ എസ്. എസ് ഇവിടെ വരും അല്ലേ. എസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 30% അല്ലേ. ഇവിടെ നോക്ക്, എസ് എന്ന് പറഞ്ഞാൽ എത്ര വരും? എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30% ആണ്. എസ് 30% ആണെങ്കിൽ എനിക്ക് പറഞ്ഞൂടെ ഈ 30% ആണ് ആര്? ഈ 150 എന്ന് പറഞ്ഞത് അല്ലേ. സോ 30% എന്ന് പറയുന്നതാണ് ആര്? ഈ എഫിലെ 150. സോ അങ്ങനെയാണെങ്കിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് വരും? 5% / 100 ഉണ്ടാവും. അങ്ങോട്ട് പോകുമ്പോൾ ഇത് 500 ആവും അല്ലേ. ടോട്ടൽ എത്ര വരും? ടോട്ടൽ ഗേൾസ് എന്ന് പറഞ്ഞാൽ എവിടെ? എയിലെ ഗേൾസ് എന്ന് പറഞ്ഞാൽ 500 വരും. അങ്ങനെയാണെങ്കിൽ എസ് എത്ര വരും? 150% അല്ലേ. എന്താണ്? 30% ആണ്. അപ്പം പിയോ, പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10%. പി 10 ആണെങ്കിൽ ടോട്ടൽ 500 ആണെങ്കിൽ 50. ക്യൂഓ, ക്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ക്യൂ എന്ന് പറഞ്ഞാൽ 36%. 36% ആണെങ്കിൽ 500 × 36 അല്ലേ. 500 × 36/100 ചെയ്ത് കഴിഞ്ഞാൽ 0 കട്ട് ചെയ്തിട്ട് പോകും. ബാക്കി 5 × 36 180 വരും. സോ ക്യൂവിലെ ഗേൾസ് എത്ര വരും? 180. ആറോ, ആറിൻ്റെ ശതമാനം 24 ആണ്. 24 × 5 20 × 4 100, 4 × 5 120. സോ ഇത് 120 ആണെങ്കിൽ ഇത് എക്സ് ആണെങ്കിൽ ഇത് എക്സ് ആയിരിക്കില്ലേ. അപ്പോൾ എന്ത് വരും? 120 = 120. ക്യൂവിലെ ഫീമെയിൽ 180 ആണ്, ഡിഫറൻസ് 60 ആണ് അല്ലേ. ഡിഫറൻസ് 60 ആണെങ്കിൽ ഇവിടെ ആര് വലുതാവണം? ഫീമെയിൽ വലുതാവണം അല്ലേ. ഒന്നെങ്കിൽ എനിക്ക് 150 ഡിഫറൻസ് 6 ആണെങ്കിൽ ഒന്നെങ്കിൽ +60 240 വരാം, അല്ലെങ്കിൽ 150 - 60 120 വരാം. പക്ഷെ 240 മെയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ മെയിൽ അല്ലല്ലോ, ഇവിടെ ഫീമെയിൽ അല്ലേ വലുതാവേണ്ടത്. അപ്പം വരാനുള്ള ഒരു പോസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 240 വരില്ല. ആരേ വരും? 120, 120 മാത്രമേ വരും അല്ലേ. മുകളിൽ പി ഡിഫറൻസ് 20 ആണ്. 20 ആണെങ്കിൽ ആര് വലുതാവണം? മെയിൽ വലുതാവണമെങ്കിൽ എത്ര വരണം? 70 വരണം അല്ലേ. സോ മെയിലും ഫീമെയിലും കിട്ടി നമുക്ക്.
പക്ഷെ നമുക്ക് ഇനി എന്ത് കണ്ടുപിടിക്കണം? ബി കണ്ടുപിടിക്കണം. ബി കണ്ടുപിടിക്കാം. അതിന് മുന്നേ ഞാൻ ഇതൊന്ന് റബ് ചെയ്യട്ടെ. ബീനെ കണ്ടുപിടിക്കാൻ നമുക്ക് എന്തറിയണം? നമ്മളിപ്പം വൈ ആക്സിസ് എടുത്തു അല്ലേ? എക്സ് ആക്സിസിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? എക്സ് ആക്സിസിൽ നമുക്ക് ടോട്ടൽ തരുന്നുണ്ട് അല്ലേ? എന്തിൻ്റെയൊക്കെ ടോട്ടലാണ് തരുന്നത്? ഓക്കെ, എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ആക്സിസ് ഷോ ദ നമ്പർ ഓഫ് എംപ്ലോയീസ് ഇൻ ഡിപ്പാർട്ട്മെന്റ് എ ഓഫ് കമ്പനി ആസ് പെർസെൻറ്റേജ് ഓഫ് എംപ്ലോയീസ് ഇൻ ഡിപ്പാർട്ട്മെന്റ് ബി ഓഫ് ദ സെയിം കമ്പനി. എയും ബിയും തമ്മിലുള്ള റിലേഷനാണ് തരുന്നത്. ഓക്കെ, കമ്പനി ആസ് പെർസെൻറ്റേജ് എംപ്ലോയീസ് ഇൻ ഡിപ്പാർട്ട്മെന്റ് ബി. ഓക്കെ, എക്സ് ആക്സിസ് ഷോ ദ നമ്പർ ഓഫ് എംപ്ലോയീസ് ഇൻ ഡിപ്പാർട്ട്മെന്റ് എ. സോ നമ്പർ ഓഫ് ഡിപ്പാർട്ട്മെന്റ് എ എത്രയാണ്? എയുടെ പി ആണെങ്കിൽ പിന്റെ കേസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ 70 + 50 120 ആണ് ഇവിടെ എയുടെ ടോട്ടൽ എംപ്ലോയീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആസ് പെർസെൻറ്റേജ് ഓഫ് എംപ്ലോയീസ് ഇൻ ഡിപ്പാർട്ട്മെന്റ് ബി ഓഫ് ദ സെയിം കമ്പനി അല്ലെ? ബിന്റെ എത്ര ശതമാനമാണ് എ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ നമുക്ക് നോക്കാം. എക്സ് ആക്സിസിൽ പി എത്ര വരും? 60 അല്ലെ? സോ പിന്റെ കേസസിൽ എന്താണ് വരുന്നത്? 60% എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 60% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയും ബിയും ഉണ്ട് നമുക്ക് അല്ലെ? സോ 60% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി 100% ആണെങ്കിൽ എ എത്രയാണ്? 60%. സോ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 3 എന്ത് വരും? 5 വരും. അല്ലെങ്കിൽ 60% എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? 3/5 ആണ്. സോ 3:5 എന്ന് നമുക്ക് ഡയറക്റ്റ് എഴുതാൻ പറ്റും അല്ലേ? സോ പി ആൻഡ് ക്യൂവിന്റെ കേസസിലോ? ക്യൂവിന്റെ കേസിൽ എന്താ വരുന്നത്? ക്യൂ എന്ന് പറഞ്ഞാൽ എത്ര ശതമാനമാണ്? ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 70 ഇവിടെയുണ്ട്, 70നും അല്ലെ? 70 ഇവിടെയുണ്ട്, 70നും 80നും ഇടയിലാണ്. സോ എത്ര വരും? 75% അല്ലെ? എത്ര വരും? 75%. 75% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 75% എന്ന് പറഞ്ഞാൽ 3/4 ആണ്. സോ എ 3 ആണെങ്കിൽ അല്ലെങ്കിൽ 75:100 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 3:4 കിട്ടും. പി ക്യൂ ആറാണെങ്കിലോ? ആറ് എന്താ പറഞ്ഞിട്ടുള്ളത്? എത്ര ശതമാനമാണ്? 6 എന്ന് പറഞ്ഞാൽ 40%. 40% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2/5 അല്ലെ? 2/5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ 2 ആണെങ്കിൽ ബി 5 യൂണിറ്റ്. പി ക്യൂ ആർ എസ്. ഇനി എസ് എന്ന് പറഞ്ഞാലോ? എസ് എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? എസ് 150%. സോ 150:100 3:2 എന്ന് പറഞ്ഞിട്ടുള്ള റേഷ്യോയിൽ വരും അല്ലേ? സോ നമുക്കറിയാം ഇവിടെ എയുടെ ടോട്ടൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇവിടെ 3 യൂണിറ്റ് 3 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എയുടെ ടോട്ടൽ അല്ലേ? 70 + 50 120. 120 ആണ് ഇവിടെ ആര്? 3 യൂണിറ്റ്. 120 ആണ് ഇവിടെ 3 യൂണിറ്റ്. അപ്പോൾ ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 120/3 120/4 അല്ല 120/3 40 കിട്ടും. സോ 1 യൂണിറ്റ് 40 ആണെങ്കിൽ 5 യൂണിറ്റ് എന്ത് വരും? 200. ഓക്കെ, സോ ടോട്ടൽ ഇവിടെ എനിക്ക് എന്ത് കിട്ടും? 200 കിട്ടും. എവിടെ? ബിയിൽ ടോട്ടൽ 200 ആണ്. ഇവിടെ മെയിൽ 80 ആണെങ്കിൽ ഫീമെയിൽ എത്ര വരും? 120 വരും അല്ലേ? ഓക്കെ, പിന്നെ ക്യൂവിൽ ടോട്ടൽ 300 ആണ്. സോ ഈ 300 ആണ് ആര്? 3 യൂണിറ്റ്. അപ്പോൾ 4 യൂണിറ്റ്, ഒരു യൂണിറ്റ് 100 വരും. 4 യൂണിറ്റ് ഇൻറ്റു 100 അല്ലെ? ഒരു യൂണിറ്റ് 100 വരും. 4 യൂണിറ്റ് 400 വരും. സോ 400 ആണ് ടോട്ടൽ. അപ്പോൾ എഫിൽ ഫീമെയിൽ എത്ര വരും? 300. ഓക്കെ, ഇവിടെ ടോട്ടൽ 120 120 240 വരും. 240 എന്ന് പറഞ്ഞാൽ ആരാണ്? 2 യൂണിറ്റ് ആണ്. അപ്പോൾ 5 യൂണിറ്റ് 120 × 5 എത്ര വരും? 600 വരും. 600 ആണെങ്കിൽ എഫ് എത്ര വരും? 120 അല്ലേ വരും അല്ലേ? എഫ് ടോട്ടൽ 600 ആണെങ്കിൽ 120 വരും. ഇനി 3 യൂണിറ്റ്. ഈ 3 യൂണിറ്റ് എത്രയാണ്? 600 150 750. 750 3 യൂണിറ്റ് ആണെങ്കിൽ 1 യൂണിറ്റ് 750/3 എത്ര കിട്ടും? 250. 250 × 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും? 3 യൂണിറ്റ് എത്ര വരും? 600 പ്ലസ് എസ് എത്രയാണ്? എസ് 150. 3:2 അല്ലേ? 600 750 250. 250 ആണെങ്കിൽ 250 × 2 500 അല്ലേ? യെസ് 500. 500 ആണെങ്കിൽ ഇവിടെ എത്ര വരും? 500 - 400 എനിക്ക് 100 അല്ലേ? ആര്? ബിയിലെ അല്ലെങ്കിൽ എസിലെ ഫീമെയിൽ എനിക്ക് എത്ര കിട്ടി? 100 കിട്ടി അല്ലേ? നമുക്ക് ചാർട്ട് റെഡിയാണ്. ടേബിൾ നമ്മൾ ഫില്ലാക്കി. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. റൈറ്റ്, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഫോർ കമ്പനി ക്യൂ in the next year number of males employees in department A increased by 50%. ക്യൂവിലെ മെയിൽ എന്ത് ചെയ്തു? 50% ഇൻക്രീസ് ആയി. ക്യൂവിലെ മെയിൽ എത്രയാണ്? ക്യൂവിലെ മെയിൽ അല്ലെ? എ എന്ന ഡിപ്പാർട്ട്മെന്റിലെ ക്യൂവിലെ മെയിൽ എത്രയാണ്? 120 ആണ്. 120 എന്ത് സംഭവിച്ചു? 50% ഇൻക്രീസ് ആയി. 120 50% എന്ന് പറഞ്ഞാൽ ഇതിന്റെ പകുതി 60 അല്ലെ? ഇൻക്രീസ് ആയി. അപ്പം ടോട്ടൽ ഇപ്പം എത്രയായി? 180 ആയിട്ട് മാറി. നമ്പർ ഓഫ് എംപ്ലോയീസ് ഇൻ ഡിപ്പാർട്ട്മെന്റ് എ ഓഫ് കമ്പനി ക്യൂ ബിക്കംസ് അറ്റ് അല്ലെ? ഇപ്പം നമ്പർ ഓഫ് മെയിൽസ് ഇൻ എന്തായിട്ട് മാറി?
180 ആയിട്ട് മാറി. അതാണ് ആര് സെഡ് അല്ലേ, സെഡ്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് എ പോസിറ്റീവ് വാല്യൂ ഓഫ് സെഡ് എന്നുള്ള ചോദ്യം. ഒന്നാമത്തെ ഓപ്ഷൻ നമ്പർ ഓഫ് ഫീമെയിൽസ് എംപ്ലോയീസ് ഇൻ ഡിപ്പാർട്ട്മെന്റ് എ ഓഫ് കമ്പനി ക്യൂ അല്ലെ. ക്യൂവിലെ എ എന്ന ഡിപ്പാർട്ട്മെന്റിലെ ക്യൂവിലെ മെയിൽ എത്രയാണ്? എയുടെ ക്യൂവിലെ മെയിൽ, ക്യൂവിലെ ഫീമെയിൽ അല്ലേ, ക്യൂവിലെ ഫീമെയിൽ എത്രയാണ്? 180 അല്ലേ. സോ നമ്മുടെ സെഡും എത്രയാണ്? 180 ആണ്. സോ ഒന്നാമത്തെ ഓപ്ഷൻ എനിക്ക് എന്താണ്? ട്രൂ ആണ് അല്ലേ. സോ 180 തന്നെ കിട്ടുന്നുണ്ട് ഒന്നാമത്തത്. രണ്ടാമത്തതോ 40% ഓഫ് ദ ഫീമെയിൽ എംപ്ലോയീസ് ഇൻ ക്യൂ ഡിപ്പാർട്ട്മെന്റ് ബി ഓഫ് ക്യൂ. ക്യൂ ബിയിലെ ഫീമെയിൽ, ക്യൂ ബിയിലെ ക്യൂവിലെ ഫീമെയിൽ എത്രയാണ്? 300. ഈ 300ന്റെ എത്ര ശതമാനമാണ്? 40%. 300ന്റെ 40% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0 കട്ട് ചെയ്ത് പോകും. 3 × 40 120 ആണ്. സോ എനിക്ക് ഇതല്ല അല്ലെ, ഓപ്ഷൻ 1 കിട്ടുന്നുണ്ട്. അപ്പം 3 എന്താണ് പറയുന്നത്? 80% മോർ ദാൻ നമ്പർ ഓഫ് ഫീമെയിൽസ് എംപ്ലോയീസ് ഇൻ ബി കമ്പനി എസ്. ബിയിലെ എസ് എത്രയാണ്? എസിലെ ഫീമെയിൽ 100 ആണ് അല്ലെ, 100. ഈ 100നേക്കാൾ എത്ര കൂടുതലാണെന്ന് പറഞ്ഞിട്ടുള്ളത്? 80%. 100ന്റെ 80% 80 ആണ്. സോ 80 കൂടുതൽ 100നേക്കാളും. സോ എത്ര വരും? 180. സോ 1 and 3 ഫോളോസ് അല്ലെ, ഓപ്ഷൻ ബി വരും എനിക്കല്ലേ. 1 and 3 ഫോളോസ്, റൈറ്റ്. ഈസി പ്രോബ്ലം. രണ്ടാമത്തത് average number of female employees in department B. Average number of female employees in department B of all the companies together is set. So ബിയിലെ ഫീമെയിൽസിന്റെ ആവറേജ് കണ്ടുപിടിക്കണം. സോ ടോട്ടൽ ഫീമെയിൽസ് എത്ര വരും? 120, 120, 240, 240, 100, 340, 300. എനിക്ക് ടോട്ടൽ ഇവിടെ എത്ര വരും? 640. 1, 2, 3, 4 കമ്പനി 640/4 ചെയ്യുമ്പോൾ പകുതിയുടെ പകുതി കണ്ടാൽ മതി അല്ലേ. 640ന്റെ പകുതിയുടെ പകുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 320, 320ന്റെ പകുതി 160, റൈറ്റ്. ഓക്കെ, ഇതെന്താണ്? സെറ്റ് ആണ്. സെറ്റ് 160 എനിക്ക് സെറ്റ് കിട്ടി. 80% ഓഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഫീമെയിൽ എംപ്ലോയീസ് ഇൻ ഡിപ്പാർട്ട്മെന്റ് എ. 80% ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് ഫീമെയിൽസ് എംപ്ലോയീസ് ഇൻ ഡിപ്പാർട്ട്മെന്റ് എ. ടോട്ടൽ ഫീമെയിൽ എംപ്ലോയീസ് ഇൻ ഡിപ്പാർട്ട്മെന്റ് എ എത്രയാണ്? 500 അല്ലേ, അല്ലേ 500. 500ന്റെ എന്താണ്? 80%. 500ന്റെ 80% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80 ഡിവൈഡഡ് ബൈ 100 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 5 × 80 എനിക്ക് എന്ത് കിട്ടും? 400 കിട്ടും, റൈറ്റ്. ഓൾ ദ കമ്പനീസ് ടുഗദർ ഈസ് y. ഇതെന്താണ്? y ആണ്. ഓക്കെ, എന്നിട്ട് പറഞ്ഞു ഫൈൻഡ് z + 40. z + 40 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? z 160 ആണ്. 160 + 40 എത്ര വരും? 200. ഇവിടെ അടുത്തത് ഹൗ മച്ച് പെർസെന്റേജ് ലെസ് ദാൻ y - 80. y 400 ആണ്, അതിനേക്കാൾ 80 കുറവ്. y - 80 എന്ന് പറയുമ്പോൾ എന്ത് വരും? 400 - 80 320 ആയിട്ട് മാറും. എന്നിട്ട് ചോദ്യം to the race find dash is how much percentage less than this. ഓക്കെ, ഇത് എത്ര ശതമാനം കുറവാണെന്നുള്ള ചോദ്യം. എത്ര കുറവാണ്? 120 കുറവാണ്. ആരെ വെച്ചിട്ട് കമ്പയർ ചെയ്യേണ്ടത്? y - 80 അല്ലെ, ഇൻറ്റു 100 അല്ലെ. ഇല്ലെങ്കിൽ നമുക്ക് 0 കട്ട് ചെയ്തിട്ട് പോവാം. എത്ര വരും? ഫ്രാക്ഷൻ അല്ല, 100 അവിടെ നോട്ടെ. 12/32 2 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 6/16 വരും. ഇതിനെ കട്ട് കഴിഞ്ഞാൽ 3/8 വരും. 1/8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 12 ആണ്. 3/8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 37.5%. ഓപ്ഷൻ തേർഡ് വൺ. For company T, number of female employees in department A is same as difference between female employees in both the department of company S. സോ പുതിയൊരു കമ്പനി PQRS വരെയുള്ളൂ. നമുക്കിപ്പം ടി വന്നു. ടി എന്താ പറയുന്നത്? നമ്പർ ഓഫ് ഫീമെയിൽ എംപ്ലോയീസ് ഇൻ ഡിപ്പാർട്ട്മെന്റ് എ. ഇവിടെ എ ഉണ്ട്, എയിൽ ആരൊക്കെ ഉണ്ട്? മെയിലും ഉണ്ട്, ഫീമെയിലും ഉണ്ട്. ഓക്കെ, ഈ സെയിം ആസ് ഡിഫറൻസ് ബിറ്റ്വീൻ ഫീമെയിൽ എംപ്ലോയീസ് ഇൻ ബോത്ത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് കമ്പനി എസ്. കമ്പനി എസിലെ മെയിലും ഫീമെയിലിന്റെയും ഡിഫറൻസിന് ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഡിഫറൻസ് ബിറ്റ്വീൻ മെയിൽ ആൻഡ് ഫീമെയിൽസ് ബോത്ത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എസ്. എസിന്റെ രണ്ട് ഡിപ്പാർട്ട്മെന്റ് എയും ബിയും തമ്മിലുള്ള ഫീമെയിൽസിന്റെ ഡിഫറൻസ് ആണ്. എസിലെ ഫീമെയിൽസ് ഏതൊക്കെയാണ്? 150ഉം 100ഉം. ഇതിന് രണ്ടിനും ഡിഫറൻസ് എത്രയാണ്? അല്ലെ 150, ഇവിടെ ഫീമെയിൽ 100. ഇതിന് രണ്ടും ഡിഫറൻസ് എത്രയാണ്? 50ന് ഈക്വൽ ആണെന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. സോ ആര്? നമ്പർ ഓഫ് ഫീമെയിൽസ് ഇൻ ഡിപ്പാർട്ട്മെന്റ് എ എത്ര വരും? 50. The number of males employees in department A. So the number of males employees in department A even is twice that of female employees in department B. Department B യിലും ഇവിടെ ടിയിൽ എന്തുണ്ട്? മെയിലും ഉണ്ട്, ഫീമെയിലും ഉണ്ട്. ഓക്കെ, A is twice that of females in department B. Okay, the number of males in A ലെ males എന്താണ്? Twice that of female employees in department B. So ഇവൻ ഒരു യൂണിറ്റ് ആണെങ്കിൽ M എന്തായിരിക്കും? 2 യൂണിറ്റ് ആണെന്നല്ലേ പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഇവൻ ഒരു യൂണിറ്റ് ആണെങ്കിൽ ഇവൻ 2 യൂണിറ്റ്. ഓക്കെ,
ഫൈൻഡ് ദ മിനിമം പോസിബിൾ നമ്പർ ഓഫ് മെയിൽ എംപ്ലോയീസ്. മിനിമം പോസിബിൾ നമ്പർ ഓഫ് മെയിൽ എംപ്ലോയീസ് ഇൻ ഡിപ്പാർട്ട്മെന്റ് എ. സോ എയുടെ മെയിലാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, അതിന്റെ മിനിമം വാല്യൂ കണ്ടുപിടിക്കണം. ഇഫ് ദ നമ്പർ ഓഫ് മെയിൽസ് എംപ്ലോയീസ് ഇൻ ഡിപ്പാർട്ട്മെന്റ് ബി, നമ്പർ ഓഫ് മെയിൽ എംപ്ലോയീസ് ഇൻ ഡിപ്പാർട്ട്മെന്റ് ബി ഈസ് നോട്ട് ലെസ് ദാൻ 250. നോട്ട് ലെസ് ദാൻ 250 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരാം? ഒന്നെങ്കിൽ ഈക്വൽ ടു 250 വരാം, അല്ലെങ്കിൽ 250നേക്കാളും കൂടുതൽ വരാം. ഓക്കെ. ആൻഡ് ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയീസ് ഇൻ ഡിപ്പാർട്ട്മെന്റ് എ ഈസ് 50% ലെസ് ദാൻ ദാറ്റ് ഓഫ് ബി. അല്ലേ? സോ ഈ എയുടെ ടോട്ടലും ബിയുടെ ടോട്ടലും തമ്മിലുള്ള റേഷ്യോ തന്നു. എന്താണ്? The number of employees in department A is 50% less than that of B. So even 50% 1 ആണെങ്കിൽ ഇവ എന്ത് വരും? ടോട്ടൽ 2 യൂണിറ്റ് ആയിരിക്കും. അല്ലേ? സോ ഇവിടുത്തെ ടോട്ടൽ എത്രയാണ്? 2 യൂണിറ്റ് പ്ലസ് 50. അല്ലേ? മെയിലും ഫീമെയിലും ആണ് ടോട്ടൽ. സോ ഇത് 1 യൂണിറ്റ് ആണെങ്കിൽ 2 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? 2 ഇൻറ്റു 2 യൂണിറ്റ് പ്ലസ് 50 which is equal to 4 യൂണിറ്റ് പ്ലസ് 100. അല്ലേ? 4 യൂണിറ്റ് പ്ലസ് 100 കിട്ടി. ഇവിടെ നമുക്ക് ഓൾറെഡി ഫീമെയിൽ അറിയാം എത്രയാണ്? 1 യൂണിറ്റ് ആണ്. സോ ഇത് ടോട്ടലാണ്. ഇതിൽ നിന്ന് 1 യൂണിറ്റ് കുറച്ച് എനിക്ക് എന്ത് കിട്ടും? 3 യൂണിറ്റ് പ്ലസ് 100 കിട്ടില്ലേ? അതാണ് ആരിവിടെ? മെയിൽ. 3 യൂണിറ്റ് പ്ലസ് 100. ഓക്കെ. ഇഫ് ദ നമ്പർ ഓഫ് മെയിൽസ് ഇൻ ഡിപ്പാർട്ട്മെന്റ് ബി ഈസ് നോട്ട് ലെസ് ദാൻ 250, നോട്ട് ലെസ് ദാൻ 250 ആണ്. സോ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? മിനിമം പോസിബിൾ അല്ലേ? മിനിമം പോസിബിൾ കൊടുക്കണമെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? മിനിമം മെയിൽ കൊടുക്കണം. ആർക്ക്? ബിക്ക്. സോ മിനിമം മെയിൽ എനിക്ക് 250 കൊടുത്തൂടെ? അപ്പം 3 യൂണിറ്റ് പ്ലസ് 100 ആണ് ആര്? 250. അല്ലെങ്കിൽ 250 ഞാൻ കൊടുക്കുമ്പോൾ 3 യൂണിറ്റ് എന്ന് പറയുന്നത് 150 ആയിട്ട് മാറും. യൂണിറ്റ് ഈസ് ഈക്വൽ ടു 150/3 50 ആയിട്ട് മാറും. സോ 1 യൂണിറ്റിന്റെ വാല്യൂ 50 ആണെങ്കിൽ എന്താ ചോദ്യം? ഫൈൻഡ് ദ മിനിമം പോസിബിൾ നമ്പർ ഓഫ് മെയിൽ എംപ്ലോയീസ് ഇൻ എ അല്ലേ? മെയിൽ എംപ്ലോയീസ് ഇൻ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 യൂണിറ്റ് ആണ്. 2 യൂണിറ്റ് എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? 2 ഇൻറ്റു 50 വിച്ച് ഈസ് ഈക്വൽ ടു 100. ഓപ്ഷൻ എ. ഫോർത്ത് വൺ, ടോട്ടൽ നമ്പർ ഓഫ് ഫീമെയിൽ എംപ്ലോയീസ് ഇൻ ഓൾ ദ കമ്പനീസ് ടുഗദർ. ഫീമെയിൽ ഇൻ ഓൾ ദ കമ്പനീസ് ടുഗദർ ആണ്. ഒന്നാമത് നമുക്ക് ഇവിടെ നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. എത്രയാണ്? 500. ബിയിലെ ഫീമെയിൽ എത്രയാണ്? 640. 500 640 1000 പ്ലസ് 140 1140. ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയീസ് ഇൻ കമ്പനി എസ്. എസിലെ ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയീസ് എയും ബിയും ആണ് അല്ലേ? 600 150 750 പ്ലസ് 400 100 500 0 0 12 5 അല്ലെ? 1250 എന്ത് വരും? 1250 അല്ലേ? പറയാലോ. 2 ഈസ് ഗ്രേറ്റർ ദാൻ 1 ആണ്. ഓപ്ഷൻ 1 ഇസ് ഗ്രേറ്റർ ദാൻ 2, 2 ഇസ് ഗ്രേറ്റർ ദാൻ 1. ഓപ്ഷൻ ബി വരും അല്ലേ? ഓപ്ഷൻ ബി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ. ദ ഫിഫ്ത്ത് വൺ എന്താ പറഞ്ഞത്? ഫോർ കമ്പനി എസ് 1/3 ഓഫ് ദ നമ്പർ ഓഫ് ഫീമെയിൽസ് എംപ്ലോയീസ് ഇൻ ഡിപ്പാർട്ട്മെന്റ് എ ഷിഫ്റ്റഡ് ടു ബി. 1/3 ഓഫ് ദ ഫീമെയിൽ എംപ്ലോയീസ് ഇൻ ഡിപ്പാർട്ട്മെന്റ് എ ഷിഫ്റ്റഡ് ടു ബി. എസിലെ ഫീമെയിൽ എത്രയാണ്? എയിലെ എ എസ് ഫീമെയിൽ. എ എസ് ഫീമെയിൽ എത്രയാണ്? എയിലെ എസിലെ ഫീമെയിൽ എന്ന് പറഞ്ഞാൽ 150. ഓക്കെ. എയിലെ എസിലെ ഫീമെയിൽ എത്രയാണ്? 150. 150ന്റെ 1/3 ഓഫ് ദ നമ്പർ ഓഫ് ഫീമെയിൽസ് അല്ലേ? ഇതിന്റെ 1/3 എത്രയാണ്? ഡിവൈഡ് ബൈ 3 കഴിഞ്ഞാൽ 5 വിച്ച് ഈസ് ഈക്വൽ ടു 50. ഓക്കെ. 50 എന്ത് പറ്റി? ഷിഫ്റ്റഡ് ടു ഡിപ്പാർട്ട്മെന്റ് ബി. ബിയിലേക്ക് പോയി. ബിയിലെ ഫീമെയിലേക്ക് പോയി. അപ്പം ബിയിലെ ഫീമെയിൽ എത്രയാണ്? എസ് ബിയിലെ ഫീമെയിൽ എന്ന് പറഞ്ഞാൽ 100 ആണ്. അതിപ്പോൾ എന്തായിട്ട് മാറി? ബിയിലെ ഫീമെയിൽ 150 ആയിട്ട് മാറി അല്ലേ? ബിയിലെ ഫീമെയിൽ ഇപ്പം 100 പ്ലസ് എന്തായിട്ട് മാറി? 50 വിച്ച് ഈസ് ഈക്വൽ ടു 150 ആയിട്ട് മാറി. ഓക്കെ. ദ ടോട്ടൽ നമ്പർ ഓഫ് മെയിൽ എംപ്ലോയീസ് ഇൻ ഡിപ്പാർട്ട്മെന്റ് ബി ഈസ് 90% ആർ നോൺ മാനേജേഴ്സ്. ബിയിലെ ടോട്ടൽ നമ്പർ ഓഫ് ബിയിലെ അവിടെ മെയിൽസ് ഉണ്ട് അല്ലേ? ബിയിലെ മെയിൽ എത്രയാണ്? എസിലെ ബിയിലെ മെയിൽ 400. ഓക്കെ. എസിലെ ബിയിലെ മെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 400. ഇത് ഫീമെയിൽ ആണ്. സോ മെയിൽ എത്രയാണ്? 400. ഫീമെയിൽ ഇപ്പം എത്രയാണ്? 100 പ്ലസ് 150 100 പ്ലസ് 50 150 ആയിട്ട് മാറി. ഇതിൽ 90% എന്താണ്? നോൺ മാനേജേഴ്സ് എന്നാണ് പറഞ്ഞത്. അപ്പം 10% അല്ലേ മാനേജേഴ്സ്? 400ന്റെ 10% 40 അല്ലേ? സോ മാനേജേഴ്സ് എന്ന് പറഞ്ഞാൽ 40, നോൺ മാനേജേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് 400 മൈനസ് 40 360 എനിക്ക് വരും. ഇവിടെ എന്തുണ്ട്? മാനേജേഴ്സും ഉണ്ട്, നോൺ മാനേജേഴ്സും ഉണ്ട്. റൈറ്റ്. Find the number of female non-managers of the department B of the company. If the total number of managers in department B, so B യിലെ total number of managers എനിക്ക് അറിയണം. So total managers എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ വരും? മെയിൽ മാനേജേഴ്സ് പ്ലസ് ഫീമെയിൽ മാനേജേഴ്സ് ആയിരിക്കില്ലേ? സോ ടോട്ടൽ മാനേജർ എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പനി സെയിം ആസ് മെയിൽസ് ഇൻ ഡിപ്പാർട്ട്മെന്റ് എ ഓഫ് കമ്പനി പി. പി
എ എന്ന ഡിപ്പാർട്ട്മെന്റിലെ കമ്പനി പിയിലെ മെയിൽ, എ പി മെയിൽ ഏതാണ്? എയിലെ പിയിലെ മെയിൽ 70 അല്ലേ. സോ 70 ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുള്ളത് എന്ത്? ടോട്ടൽ നമ്പർ ഓഫ് മാനേജേഴ്സ്. സോ ടോട്ടൽ നമ്പർ ഓഫ് മാനേജേഴ്സ് എന്ന് പറയുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? 70 കിട്ടും. സോ എമ്മിലെ മെയിൽ എത്രയാണ്? 40. അപ്പം എഫിലെ മാനേജേഴ്സ് എത്ര ആയിരിക്കും? 30. അപ്പം ഫീമെയിലെ മാനേജേഴ്സ് എന്ന് പറഞ്ഞാൽ 30 ആണ്, ടോട്ടൽ 150 ആണ്. അപ്പം നോൺ മാനേജേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 150 - 30 എന്ന് പറയുമ്പോൾ എനിക്ക് എന്ത് കിട്ടണം? 120 കിട്ടണം. 120 എന്ന് പറഞ്ഞ ഓപ്ഷൻ നൺ ഓഫ് ദിസ് വരണം അല്ലേ. സോ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. സോ വീഡിയോ നല്ല രീതിയിൽ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും മെയിൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ. നമ്മൾ റീഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. സോ നല്ല രീതിയിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇതുപോലുള്ള പ്രോബ്ലംസ് ചെയ്യാൻ പറ്റും. സോ അടുത്ത വീഡിയോ കാണാം. ടിൽ ദെൻ ബൈ.